നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും അതിഭീകരമായ യുദ്ധനിഴലിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ പരമാധികാരത്തിന് നേരെ അമേരിക്ക നടത്തുന്ന തുടർച്ചയായ കടന്നുകയറ്റങ്ങൾക്കും ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെയും ഇറാനിലെ നിരപരാധികളായിട്ടുള്ള സാധാരണക്കാരുടെ ജീവൻ എടുത്തിട്ടുള്ള ഭീകരമായ ആക്രമണങ്ങൾക്കും മറുപടിയായി ഇറാൻ തൊടുത്തുവിട്ടിട്ടുള്ള അതിമാരകമായ പ്രതിരോധ തിരിച്ചടികൾ പശ്ചിമേഷ്യൻ മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ ആകെ അട്ടിമറിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഇറാൻ തങ്ങളുടെ ഭൂതല വ്യോമ ആക്രമണ പരമ്പരകൾക്ക് വിപുലമായ രീതിയിൽ ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പോരാട്ടത്തിന്റെ വിത്തുകളാണ് ഇപ്പോൾ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അതിസാഹസികവും അപ്രതീക്ഷിതവുമായിട്ടുള്ള ഒരു വ്യോമാക്രമണത്തോടെയായിരുന്നു ഇറാന്റെ തിരിച്ചടിയുടെ തുടക്കം. ഷിറാസിലെ പ്രമുഖ വ്യോമസേനാ താവളത്തിൽ നിന്ന് കുതിച്ചുയർന്ന രണ്ട് സുഖോയ് 24 വിമാനങ്ങൾ, Su-24 വിമാനങ്ങളും പോർവിമാനങ്ങൾ ശത്രുക്കളുടെ അത്യന്താധുനിക റഡാർ സംവിധാനങ്ങളെ ഒക്കെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പേർഷ്യൻ ഉൾക്കടലിന് വെറും 30 മീറ്ററിൽ താഴെ മാത്രം മുകളിലൂടെ ആ ഉയരത്തിൽ അതീവ രഹസ്യമായി പറന്ന് ഖത്തറിലെ അമേരിക്കൻ വ്യോമസേനയുടെ പ്രധാന ആസൂത്രണ കേന്ദ്രവും തന്ത്രപ്രധാന കമാൻഡ് ആസ്ഥാനവുമായ അൽ ഉദൈദ് എയർബേസിലേക്ക് അവർ തുളച്ചു കയറി അതിശക്തമായ ബോംബാക്രമണം നടത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണുന്നത്. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം കണ്ണുവെട്ടിച്ച് നടത്തിയിട്ടുള്ള ഈ സാഹസിക നീക്കത്തിൽ എയർബേസിന് വലിയ നാശങ്ങളാണ് സംഭവിച്ചത്. ആക്രമണം പൂർത്തിയാക്കി ഇറാന്റെ വിമാനങ്ങൾ സുരക്ഷിതമായി തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് മടങ്ങാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷാ വലയം ഭേദിക്കപ്പെട്ട കാര്യമൊക്കെ അമേരിക്കൻ സേന തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും അൽ ഉദൈദിലെ പുകപടലങ്ങൾക്കിടയിൽ അമേരിക്കൻ പോർവിമാനങ്ങൾ തിരിച്ചടിക്കാനായി ആകാശത്തേക്ക് കുതിച്ചുയർന്നുവെങ്കിലും ഇറാന്റെ വിമാനങ്ങളെ തൊടാൻ പോലും അവർക്ക് സാധിച്ചില്ല. അമേരിക്കയ്ക്ക് അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു നാണക്കേടും മുന്നറിയിപ്പുമായിരുന്നു ഈ സാഹസിക നീക്കം എന്ന് പറയുന്നത്. ഖത്തറിലെ വ്യോമസേന താവളത്തിൽ അമേരിക്ക കൂട്ടിയിട്ടിരുന്ന വിമാനങ്ങളെ മുഴുവൻ കത്തിച്ച് ചാരമാക്കി കളയുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലെ അത്യന്താധുനിക സംവിധാനങ്ങൾക്കൊന്നും തന്നെ തങ്ങളുടെ പോർവിമാനങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല എന്ന് അഹങ്കരിക്കുന്ന അമേരിക്ക അവരുടെ പോർവിമാനങ്ങളുടെ ചാരം കണ്ട്, അഥവാ ഇറാന്റെ പോർവിമാനങ്ങൾ ചാരമാക്കിയത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഖത്തറിലെ പ്രഹരത്തിന്റെ ആഘാതം മാറുന്നതിന് മുമ്പ് തന്നെ ജോർദാനിൽ പ്രവർത്തിക്കുന്ന US സൈനിക താവളത്തിന് നേരെയും കടുത്ത പ്രഹരമുണ്ടായി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എയർസ്പേസ് വിഭാഗം തൊടുത്ത അതിശക്തമായ അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ സൈനിക താവളത്തിൽ നേരിട്ട് പതിക്കുകയായിരുന്നു. ഈ മിസൈൽ ആക്രമണത്തിൽ റഡാറുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമായ 3 F-35 സ്റ്റെൽത്ത് പോർ വിമാനങ്ങൾ പൂർണ്ണമായി തകർന്ന് ചാരമായി മാറുകയും മറ്റു 3 എണ്ണത്തിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ക്യുഷ് ദ്വീപിൽ ഒരു നിരപരാധിയായ കുടുംബത്തിന്റെ ജീവനെടുത്ത US ആക്രമണത്തിനും തങ്ങളുടെ അതിർത്തികൾ ലംഘിച്ച് നടത്തിയിട്ടുള്ള വിദേശ ഇടപെടലുകൾക്കുമെതിരെയുള്ള തക്കതായ ഒരു മറുപടിയാണ് എന്നാണ് ഇറാൻ സൈനിക വക്താക്കൾ പറയുന്നത്. ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ അമേരിക്ക നേരിടാൻ പോകുന്ന നടപടികൾ ഇറാന്റെ നേരിട്ടുള്ള നടപടികളുടെ തുടക്കമെന്നാണ് ഇറാൻ പറയുന്നത്. എന്നാൽ കേവലം സൈനിക താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ള താൽക്കാലിക തിരിച്ചടികളിൽ ഒതുങ്ങുന്നതല്ല ഇറാന്റെ വിപുലമായിട്ടുള്ള യുദ്ധതന്ത്രം. തങ്ങളുടെ ഊർജ്ജ സംഭരണശാലകളെയോ സാമ്പത്തിക മേഖലയോ തൊടാൻ തുനിഞ്ഞാൽ പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ അമേരിക്കൻ സഖ്യരാജ്യങ്ങളുടെയും സാമ്പത്തിക നട്ടെല്ല് തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ള രൂക്ഷമായ ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഇതിനായി മേഖലയിലെ വൻകിട എണ്ണ വാതക കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഹിറ്റ് ലിസ്റ്റ് തന്നെ ഇറാൻ പരസ്യമായി പുറത്തുവിട്ട് കഴിഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരമ്പരാഗത എണ്ണപ്പാടമായ സൗദി അറേബ്യയിലെ ഗവാറും കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാലയായ അബഗൈഗും ഈ പ്രതികാര പട്ടികയുടെ മുൻനിരയിലുണ്ട്. ഇതുകൂടാതെ ഐക്യ അറബ് എമിറേറ്റ്സിന്റെ റുവൈസ് റിഫൈനറിയും സാക് എണ്ണപ്പാടവും ഖത്തറിന്റെ ലോകോത്തര നോർത്ത് ഫീൽഡ് പ്രകൃതിവാതക കോംപ്ലക്സും കുവൈറ്റിലെ സുപ്രധാന ബുർഗാൻ എണ്ണപ്പാടവും ബഹ്റൈനിലെ സിത്ര റിഫൈനറിയും ഇസ്രായേലിന്റെ സ്വന്തം ലവിയാഥൻ താമര ഗ്യാസ് ഫീൽഡുകളും ഇറാന്റെ മിസൈലുകളുടെ അടിയന്തര ലക്ഷ്യസ്ഥാനങ്ങളായി നിർണയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കേന്ദ്രങ്ങൾ ഏതെങ്കിലും ഒന്നിനു നേരെ ആക്രമണം ഉണ്ടായാൽ ആഗോളതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇന്ധനക്ഷാമവും സാമ്പത്തിക തകർച്ചയും ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. മറുവശത്ത് അമേരിക്കൻ സെൻട്രൽ കമാൻഡും വൈറ്റ് ഹൌസും ഇറാനെതിരെ വൻതോതിലുള്ള സൈനിക നീക്കത്തിന് പദ്ധതിയിടുന്നുണ്ട്. ഇറാന്റെ മധ്യമേഖലയിലുള്ള പ്രയോജനകരമായിട്ടുള്ള മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകളും വൈദ്യുതി നിലയങ്ങളും പൂർണ്ണമായും തകർക്കാൻ
2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിപുലമായ വ്യോമാക്രമണ പരമ്പരയ്ക്കാണ് അമേരിക്കൻ സൈന്യം തന്ത്രങ്ങൾ മെനയുന്നത് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എന്നാൽ ഇറാനിലെ ഊർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില നിയന്ത്രണാതീതമായി കുതിച്ചുയരുമെന്നും അത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും വലിയൊരു മാന്ദ്യത്തിലേക്ക് തള്ളിവിടുമെന്നും വൈറ്റ് ഹൌസിലെ സാമ്പത്തിക ഉപദേശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തീരുമാനമെടുക്കാൻ കഴിയാതെ വൈറ്റ് ഹൌസ് പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ. ഏതു തരത്തിലുള്ള പ്രതിരോധങ്ങളും സൈനിക ശക്തിയും ഉപയോഗിച്ച് തങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും സ്വന്തം പ്രതിരോധ ശേഷി ഉപയോഗിച്ച് അതിനെയെല്ലാം അതിജീവിക്കുമെന്ന് ഇറാൻ വിട്ടുകൊടുക്കാതെ തിരിച്ചടിക്കുന്നുണ്ട്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ മേഖലയിലുള്ള വിമാനത്താവളങ്ങളിൽ കൂട്ടിയിട്ടിരുന്ന സകല വിമാനങ്ങളും തച്ചു തകർത്ത നടപടി തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അമേരിക്കൻ സൈനിക മേധാവികൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ തൊടാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയുന്നതിന് മുമ്പ് അതെല്ലാം ചാരമാക്കി ഇറാന്റെ വിമാനങ്ങൾ കടന്നു കളഞ്ഞത് നമ്മൾ കണ്ടതാണ്. സാങ്കേതിക വിദ്യയിലും ആയുധശേഷിയിലും മുന്നിട്ട് നിൽക്കുന്ന അമേരിക്കയെ പോലുള്ള വൻ ശക്തികളോട് നേർക്ക് നേർ നിന്ന് പരമ്പരാഗത യുദ്ധത്തിന് മുതിരാതെ അസമമായ യുദ്ധമുറകൾ പ്രയോഗിക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പുറത്തെടുക്കുന്നത്. നിർമ്മാണ ചെലവ് വളരെ കുറഞ്ഞതും എന്നാൽ വലിയ തോതിൽ വിനാശകരമായിട്ടുള്ള നഷ്ടമുണ്ടാക്കാൻ ശേഷിയുള്ളതുമായ ഷാഹിദ് കാമിസാഗെ ഡ്രോണുകളും പേർഷ്യൻ ഉൾക്കടലിൽ US യുദ്ധക്കപ്പലുകളെ വട്ടമിട്ട് പറന്ന് ആക്രമിക്കാൻ ശേഷിയുള്ള വേഗമേറിയ സ്പീഡ് ബോട്ട് വ്യൂഹങ്ങളുമാണ് ഇറാന്റെ പ്രധാന കളിപ്പാട്ടങ്ങൾ. ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കൈവശമുള്ളതും ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകമാണ്. ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധമുണ്ടായാൽ ഇസ്രായേലിലേക്കും മധ്യപൂർവേഷ്യയിലേക്കുമുള്ള മുഴുവൻ US സൈനിക ക്യാമ്പുകളിലേക്കും ഒരേ സമയം മിസൈൽ മഴ പെയ്യിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഭീഷണി വൻ ശക്തികളെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് കടക്കുന്നതിൽ നിന്നും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുള്ള കനത്ത നാശനഷ്ടം ഇറാൻ അത് ചെയ്യും, അത് പ്രവർത്തിച്ചു കാണിക്കും എന്ന് അമേരിക്കയ്ക്ക് താക്കീത് മാത്രമല്ല അനുഭവ പാഠം കൂടിയാണ്. സ്വന്തം അതിർത്തിക്കുള്ളിൽ യുദ്ധം വരുത്തി വെക്കാതെ ശത്രുവിനെ അതിർത്തിക്ക് പുറത്തു തന്നെ തടഞ്ഞു നിർത്തുക എന്ന ഫോർവേഡ് ഡിഫൻസ് നയമാണ് ഇറാൻ ദീർഘകാലമായി പിന്തുടരുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തി പോരാളികൾ, ഇറാഖിലെയും സിറിയയിലെയും സഖ്യസേനകൾ എന്നീ ശൃംഖലയിലൂടെ ശത്രുക്കൾക്ക് ചുറ്റും വിടുതിയില്ലാതെ ഒരു പ്രതിരോധ വലയം തീർക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. സ്വന്തം അതിർത്തിയിൽ തൊടാതെ തന്നെ ശത്രു രാജ്യങ്ങളെ നിരന്തര സമ്മർദ്ദത്തിലാക്കാൻ ഈ കൂട്ടുകെട്ടുകൾക്ക് സാധിക്കുന്നുമുണ്ട്. എല്ലാറ്റിനുമുപരി ലോക ഇന്ധന ഗതാഗതത്തിന്റെ 1/5 ഭാഗവും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേൽക്കൈയിലാണ് എന്നത് അവരുടെ ഏറ്റവും വലിയ പ്രതിരോധ കവചമാണ്. തങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഉപരോധിച്ച് ലോകത്തിലേക്കുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായും തടസ്സപ്പെടുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇത് സംഭവിച്ചാൽ ആഗോള എണ്ണ വിപണി തകരുകയും ലോകരാജ്യങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ചുരുക്കത്തിൽ തങ്ങളുടെ വിപുലമായ മിസൈൽ കരുത്തും സഖ്യകക്ഷികളും ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനവും ഉപയോഗിച്ച് ശത്രുവിന് താങ്ങാനാവാത്ത സൈനിക സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തിവെക്കുക എന്ന അപകടകരമായ തന്ത്രമാണ് ഇറാൻ പയറ്റുന്നത്. ഇറാന്റെ ഓരോ നീക്കത്തെയും ഭീതിയോടെയും കടുത്ത ആശങ്കയോടെയുമാണ് അമേരിക്കയും ആഗോള സമൂഹവും ഉറ്റുനോക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.